ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ദളിത് വ്യക്തിക്ക് പട്ടികജാതി പദവി ലഭിക്കില്ലെന്ന് സുപ്രീം കോടതി. ഇവർക്ക് പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമം ബാധകമാകില്ലെന്ന് സുപ്രീം കോടതി. പട്ടികജാതി പദവി ഹിന്ദു, സിഖ്, ബുദ്ധമതസ്ഥർക്ക് മാത്രമാണെന്നും സുപ്രീം കോടതി. വിവരങ്ങളുമായി ഇപ്പോൾ വിഷ്ണു തലവൂർ ചേരുന്നു. വിഷ്ണു തലവൂർ, എന്തൊക്കെയാണ് കോടതിയുടെ വിധി? അജിംഷാദ്, എന്തായാലും സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തവർക്ക് പട്ടികജാതി പദവി നിലനിൽക്കില്ല, അത്തരം പദവി ലഭിക്കില്ല എന്ന് തന്നെയാണ്. അതായത് ഹിന്ദു, സിഖ്, ബുദ്ധ മതസ്ഥർക്ക് മാത്രമാണ് പട്ടികജാതി പദവി ലഭിക്കുക. അതിനപ്പുറത്തേക്ക് മറ്റു മതങ്ങളിലേക്ക്, ക്രിസ്തു മതം ഉൾപ്പെടെ മറ്റു മതങ്ങളിലേക്ക് മാറിയാൽ സംവരണ ആനുകൂല്യവും പട്ടികജാതി അതിക്രമം തടയൽ നിയമത്തിന്റെ പരിരക്ഷയും ലഭിക്കില്ല എന്നതാണ് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പരിവർത്തനം ചെയ്താൽ ജനനം പരിഗണിക്കാതെ പട്ടികജാതി പദവി നഷ്ടപ്പെടും എന്നും സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നു. വളരെ നിർണായകമായ ഒരു വിധിയാണ് ഇത്. നിരവധി കാര്യങ്ങളിലേക്ക് പോകുന്ന ഒരു വിധിയാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, വിഷ്ണു തലവൂർ, ഈ ഹിന്ദു, സിഖ്, ബുദ്ധ, അതായത് ഇന്ത്യയിൽ രൂപം കൊണ്ട മതങ്ങളിൽ മാത്രമേ പട്ടികജാതി പദവി നിലനിൽക്കൂ. അവർ മറ്റ് മതങ്ങളിലേക്ക് മാറിയാൽ അവർക്ക് പട്ടികജാതി പദവി ലഭിക്കില്ല. അത് നിരവധി നിയമപ്രശ്നങ്ങൾ, തുടർന്ന് വരുന്ന കാര്യങ്ങളിലൊക്കെ ഉണ്ടാക്കാവുന്ന നിർണായകമായ വിധിയാണ് സുപ്രീം കോടതി, അല്ലേ? ജിംഷാദ്, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. അതായത് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത് 1950 ഭരണഘടന പട്ടികജാതി ഉത്തരവിൽ ഈ ഒരു കാര്യം വ്യക്തമാക്കുന്നു എന്നതാണ്. ജസ്റ്റിസുമാരായ PK മിശ്ര, NV അഞ്ജരി എന്നിവരുടെ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും ക്രിസ്തുമതം സ്വീകരിച്ചയാൾക്ക് പട്ടികജാതി ആയി തുടരാനാവില്ലെന്ന ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ ഉത്തരവ് ശരിവെച്ചുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഈ ഒരു നിർണായക ഉത്തരവ് പറഞ്ഞിരിക്കുന്നത്. അജിംഷാദ്.